ഹായ്, എല്ലാവർക്കും CC ലാബിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫീമെയിൽ മെയിൽ സ്കെൽറ്റൻ്റെ ജോയിൻറ്റ് അലൈൻമെൻറ്റുകളുടെ വിസിബിൾ ആയിട്ടുള്ളതും അതേസമയം വളരെ പ്രധാനപ്പെട്ടതുമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ബേസിക് സ്കെൽറ്റൻ്റെ ജോയിൻറ്റ് അലൈൻമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ബോഡി ഔട്ട്ലൈൻ വരക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ബോഡി ഔട്ട്ലൈൻ വരക്കുന്നത് ബേസിക് സ്കെൽറ്റൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സ്ത്രീ പുരുഷ ശരീരഘടനയിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത് വരച്ചതിന് ശേഷം പറയാം. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും ഔട്ട്ലൈൻ എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക.
പൊതുവെ പുരുഷൻ്റെ ഷോൾഡർ മസിൽ മുകളിലോട്ട് ഉയർന്നിട്ടാണ് ഉണ്ടാവുക. ട്രപ്പീസിയസ് മസിലാണ് കഴുത്തിനെയും ഷോൾഡറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ട്രപ്പീസിയസ് മസിലിൻ്റെ ഗ്രോത്ത് ഓരോ വ്യക്തികൾക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ഗ്രോത്ത് കൂടിയതും ഫാറ്റ് നിറഞ്ഞതുമായ ട്രപ്പീസിയസ് മസിൽ ഉള്ളവരുടെ ഷോൾഡർ ഉയർന്നാണ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ കഴുത്ത് വളരെ ഷോർട്ടായിട്ടാണ് കാണുക. അതേസമയം അണ്ടർ ഡെവലപ്ഡായ ട്രപ്പീസിയസ് മസിൽ സാധാരണ കാണാറുള്ളത് യങ്സ്റ്റേഴ്സിലും സ്ത്രീകളിലുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പൊതുവെ നീളം കൂടിയ കഴുത്തും കേർവ് ഡൗൺ ഷേപ്പിലുള്ള ഷോൾഡറുമാണ് കാണാറുള്ളത്. നിപ്പിളിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ 8 ഹെഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് ലൈൻ നമ്പർ 2 ഉണ്ടാവുക. അതേസമയം സ്ത്രീകളിൽ നിപ്പിളിൻ്റെ പൊസിഷൻ ലൈൻ നമ്പർ 2 നിന്ന് കുറച്ച് താഴെയാണുള്ളത്. പുരുഷന്മാരുടെ പൊക്കിൾ വേസ്റ്റ് ലൈനായ ലൈൻ നമ്പർ 3 സ്ത്രീകളിലാണെങ്കിൽ പൊക്കിൾ വേസ്റ്റ് ലൈനിൽ നിന്നും കുറച്ച് താഴെയാണുള്ളത്. സ്ത്രീകളുടെ വേസ്റ്റ് ലൈനിലെ വിഡ്ത്ത് പുരുഷന്മാരെക്കാൾ കുറവാണ്. ഏകദേശം ഒരു ഹെഡ് യൂണിറ്റ് മാത്രമാണുള്ളത്. പൊതുവെ പുരുഷന്മാർക്ക് വിഡ്ത്ത് കൂടിയ ഷോൾഡറും നാരോ ആയിട്ടുള്ള ഇടുപ്പുമാണുള്ളത്. അതേപോലെ അപ്പർ ടോർസോയും കൈകളും ദൃഢമായ പേശികൾ നിറഞ്ഞതുമാണ്. കൈകൾ സ്ട്രെയിറ്റ് ലൈനിൽ താഴോട്ട് തൂങ്ങി നിൽക്കുന്നു. ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ പൊതുവെ സ്ത്രീകൾക്ക് വീതി കുറഞ്ഞ ഷോൾഡറും വീതി കൂടിയ ഇടുപ്പുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൈകൾ ശരീരത്തോട് ചേർന്ന് വിശ്രമാവസ്ഥയിലാണ് മിക്കവാറും ഉണ്ടാവുക. സ്ത്രീകളുടെ സ്കിൻ പൊതുവെ പുരുഷന്മാരെക്കാൾ സ്മൂത്താണ്. ജനറലായി പറയുകയാണെങ്കിൽ സ്ത്രീ ശരീരത്തിലെ മിക്ക ഭാഗങ്ങൾക്കും സോഫ്റ്റ് റൗണ്ടഡ് ഷേപ്പാണുള്ളത്. കാരണം മോഡിഫൈ ചെയ്യാത്ത അവസ്ഥയിൽ സ്കിന്നിന് താഴെ കൂടുതൽ ഫാറ്റ് ശേഖരിക്കപ്പെട്ടിട്ടുണ്ടാവും. പുരുഷ ശരീരം കൂടുതൽ മാസ്കുലാർ ആയതുകൊണ്ട് ശരീരത്തിലെ ലൈനുകൾ കുറേയേറെ സ്ട്രെയിറ്റ് ലൈനുകളും അതേസമയം ആംഗുലാർ ഷേപ്പിലുമാണ് ഉണ്ടാവുക. ഫീമെയിലിൻ്റെ സ്റ്റൊമക്ക്, ബട്ടോക്ക്, ബ്രസ്റ്റൊക്കെ സോഫ്റ്റ് കേർവ് അല്ലെങ്കിൽ റൗണ്ടഡ് ഷേപ്പിലുമായിരിക്കും. ഓപ്പോസിറ്റ് മെയിലിൻ്റെ സ്റ്റൊമക്കും ബട്ടോക്കും മോഡിഫൈ ചെയ്യാത്ത അവസ്ഥയിൽ കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും. സ്ത്രീ പുരുഷ അനാട്ടമിയിലെ ഇത്തരം മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫിഗർ സ്റ്റഡിയും ഫിഗർ സ്കൾപ്ചറിങ്ങും കുറേ കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. തുടക്കത്തിൽ അനാട്ടമി പഠിക്കുമ്പോൾ ഇത്തരത്തിൽ 8 ഹെഡ്സ് പ്രകാരമുള്ള കോളങ്ങൾ വരച്ചുകൊണ്ട് പഠിക്കുക. ഈ ഒരു മെഷർമെൻറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ലഭിച്ചു കഴിഞ്ഞാൽ കോളങ്ങളില്ലാതെ വരയ്ക്കുക. അതേസമയം ബോഡി പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആക്ഷൻ പോസസുകൾ എപ്പോൾ വരയ്ക്കുമ്പോഴും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ സിമ്പിൾ സ്കെൽറ്റൻ വരച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ അനാട്ടമിയുടെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.